ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു ദുബായ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ബുർജ് ഖലീഫ തൊട്ടങ്ങ് മരഭൂമിയുടെ അറ്റം വരെ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഞാൻ ആ മരഭൂമി മുഴുവനായിട്ട് ചുറ്റിക്കണ്ടെന്ന്. ആക്ച്വലി അങ്ങനെയൊന്നുമല്ല, നമ്മളൊരു ട്രാവൽ ഗൈഡിനെ വെച്ചാണ് ഇതെല്ലാം ചെയ്തത്. അതായത് നമ്മൾ സ്കൈ സ്കാനർ ഉപയോഗിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് പോലെ തന്നെ, നമ്മൾ Booking.com ഉപയോഗിച്ച് അക്കോമഡേഷൻ ചൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ട്രാവൽ ഗൈഡ്സ്. അതായത് നമ്മുടെ ദുബായിൽ ഇറങ്ങിയിട്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ വന്നവരെ പിക്ക് ചെയ്യുകയും നമ്മളെ എല്ലാ പ്ലേസിലും കൊണ്ട് ഇറക്കി നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം ഒരുക്കി തരികയും ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ ട്രാവൽ ഗൈഡിനെ ബുക്ക് ചെയ്യുകയായിരുന്നു ട്രാവൽ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ. അതുപോലെ തന്നെ എമിറേറ്റ് ഫ്ലൈറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത് ട്രാവൽ ചെയ്യാൻ. അപ്പോൾ അതിമനോഹരമായ ആ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ദുബായ് എന്ന രാജ്യത്തെത്തിപ്പെടുകയും അപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നതെല്ലാം പണ്ടത്തെ മോഹൻലാൽ ചിത്രങ്ങളിലെ ശ്രീനിവാസനെയും അവരുടെ സംഭാഷണങ്ങളുമാണ്. ഇതിലെ തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇമിഗ്രേഷൻ ക്ലിയറാക്കി ദുബായിയുടെ ടെർമിനലിലെത്തി. അവിടെയാണെങ്കിൽ നമ്മൾക്കാണെങ്കിൽ മെട്രോയ്ക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയുള്ള കാർഡുകൾ അവൈലബിൾ ആണ്. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾക്ക് ആവശ്യമുള്ള കാർഡും മേടിച്ച് മെട്രോയിൽ കയറി. ഒരുപാട് തിരക്കുള്ള സമയത്താണ് നമ്മൾ മെട്രോയിൽ കയറിയത്. അതായത് എല്ലാവരും ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു ടൈം. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് സീറ്റ് കിട്ടുകയും ചെയ്തു. ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ പെട്ടിയും സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കിട്ടിയ സ്ഥലത്തിരുന്നു. എന്നിട്ട് വെളിയിലേക്കുള്ള കാഴ്ചകൾ കാണുകയായിരുന്നു. ആ വെളിയിലേക്കുള്ള നോക്കിയപ്പോൾ തന്നെ നമുക്ക് മരുഭൂമിയും കാണാം. ഒരുപാട് ഇപ്പോഴത്തെ ദുബായിയുടെ ആ ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞു. വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ദുബായ്, പറയാതിരിക്കാൻ വഴിയില്ല. കാരണം ഒരുപാട് കാഴ്ചകളും ഒരുപാട് മരുഭൂമിയുടെ ഏരിയകളും ഒക്കെ ഇപ്പം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കാഴ്ചകൾക്കൊടുവിൽ ഞങ്ങൾ ഞങ്ങളുടെ അക്കോമഡേഷനിലെത്തി. ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾ ഫ്രഷായി. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് രാത്രി ഒരു സഫാരി ഉണ്ടായിരുന്നു. ഞങ്ങൾ വെളിയിലൊക്കെ പോയി അതൊക്കെ കണ്ടു തിരിച്ചു വരികയും പിന്നീട് ഞങ്ങൾ പിറ്റേ ദിവസത്തേക്കുള്ള ഒരുക്കത്തിലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് തന്നെ അവർ വന്ന് ഞങ്ങൾ പിക്ക് ചെയ്തു. ഞങ്ങൾ ഡെസേർട്ടിൽ പോയി, ബീച്ചിൽ പോയി. ബുർജ് ഖലീഫ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു അത്ഭുതമാണ്. അങ്ങനെ ആ സാധാരണക്കാരിൽ ഓരോരുത്തരായി ഞങ്ങളും ബുർജ് ഖലീഫ കണ്ടു. ബുർജ് ഖലീഫയുടെ താഴത്തെ തിരക്കും അതിൻ്റെ ഉയരവും എല്ലാം ഞങ്ങളെ ഒരു മാസ്മരികമായ ലോകത്തേക്ക് എത്തിച്ചു. എന്നിരുന്നാലും സാധാരണക്കാരായ നമുക്കും അത് കാണാൻ പറ്റിയെന്നുള്ളത് ഒരു ദൈവനിശ്ചയം. എന്നാലും അതൊരു ഭാഗ്യവുമാണ്. അതിന് ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു. ബുർജ് ഖലീഫ തന്നെ നമ്മൾ ഒരു ദിവസം എടുത്തു കണ്ടു തീർക്കാൻ. അതായത് ഞങ്ങൾ അവിടെ തന്നെ കറങ്ങുകയായിരുന്നു. അതായത് ഷോപ്പിംഗ് മാളിലും ഫുഡ് എക്സ്പ്ലോർ ചെയ്യുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ രാവിലെ നമ്മൾ ബുർജ് ഖലീഫയുടെ ഏരിയ കണ്ടു. അതുപോലെ തന്നെ വൈകിട്ടും നമ്മൾ കണ്ടു. കാരണം രണ്ട് ടൈമിലും ഡിഫറൻ്റ് ആണ് കാണാൻ. അതേപോലെ തന്നെ നമുക്ക് നമ്മൾ വാട്ടർ ഡാൻസ് എന്നൊക്കെ പറയും. അതായത് വൈകിട്ടാണെങ്കിൽ അങ്ങനത്തെ നമുക്ക് വാട്ടറിൽ തന്നെ അവരെ വിസ്മയമായിട്ട് വളരെ വിസ്മയകരമായ ഒരുപാട് എൻ്റർടൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഫുഡ് കോർട്ടൊക്കെ പോയി. അവിടെ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് കബ്സ കഴിക്കാനാണ്. അതായത് ഇന്ന് നാട്ടിലൊക്കെ നമുക്ക് സുലഭമാണ് മന്തി എന്നൊക്കെ പേരിൽ, കുഴിമന്തി അങ്ങനെയൊക്കെ. അതിനേക്കാളും രുചികരമായിട്ട് കബ്സ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് കബ്സയൊക്കെ മേടിച്ച് നമ്മൾ റൂമിൽ പോയിരുന്ന് കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസത്തേക്കുള്ള പ്രിപ്പറേഷനായി. അങ്ങനെ 4 ദിവസമാണ് നമ്മളിവിടെ പ്ലാൻ ഇട്ടത്. അതിൽ 4 ദിവസം നമ്മൾ വളരെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ മരുഭൂമിയിൽ കുറേ ട്രാവൽ ചെയ്തു. അവിടെ നമുക്ക് കാറിലൊക്കെ അവർ ഡ്രൈവ് ചെയ്തു. അതായത് ആ മലകളും കുന്നുകളും പോലെ കിടക്കുന്ന ഏരിയകളിൽ കൂടെ നമ്മൾ കാറിൽ സവാരി ചെയ്യുമ്പോൾ ഒരുപാട് ഡിഫറൻസ് തോന്നും. ഒരുപാട് നമുക്ക് എൻ്റർടൈൻമെൻറ്റാണ് കിട്ടിയത്. പിന്നെ അതുകൂടാതെ തന്നെ പിന്നീട് അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. പിന്നീട് അവിടെ കുറേ നേരം ചിലവഴിച്ചു മരുഭൂമിയിൽ. അതെല്ലാം കഴിഞ്ഞിട്ട് ബീച്ചിൽ പോയി. ബീച്ചിലാണെങ്കിൽ നമ്മൾ നല്ല
കാഴ്ചകളായിരുന്നു. അതെല്ലാം കണ്ട് അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നീട് നമ്മൾ ഷോപ്പിംഗ് മാളിൽ പോയി നമ്മൾ ചോക്ലേറ്റ് കുറച്ച് മേടിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ ചെയ്തു. അതെല്ലാം ഈ വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. എന്നിരുന്നാലും ഒക്കുന്നതൊക്കെ ഞാൻ ഇതിനെ താഴെ ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ ഒരു ഹാപ്പിയാണ് നമുക്ക് കുഞ്ഞു കുഞ്ഞു വ്ളോഗുകൾ ഇടുക, കുഞ്ഞു കുഞ്ഞു ഫോട്ടോകൾ എടുക്കുക. എല്ലാ മനുഷ്യരിലും ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റും ഹാപ്പിനെസ് കണ്ടെത്താനുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ എന്നിലുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ തന്നെ. അപ്പം ഞാനും കുറച്ച് വീഡിയോസ് എടുത്തു. അതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് നമ്മളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അതുപോലെ കമൻറ്റ് ഇടുക. പിന്നീട് എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് ഞാൻ അതിലൊരുപാട് സന്തോഷിക്കും. എനിക്കറിയില്ല എങ്ങനെയാണ് വ്ളോഗ് എടുക്കുക, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊന്നും. പിന്നീട് എനിക്ക് ഒക്കുന്ന രീതിയിൽ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ദുബായിയെക്കുറിച്ചാണ്. ദുബായിലെ ചെറിയ ചെറിയ കാഴ്ചകളും മനോഹരമായ നിമിഷങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ദുബായ് എന്ന് പറയുന്നത് ഒരു വളരുന്ന രാജ്യം തന്നെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ശരിക്കും അതൊരു വളരുന്ന രാജ്യം തന്നെയാണ്. അത് ഗൾഫ് രാജ്യമാണ്. അവിടുത്തെ ഓരോ മണൽത്തരിയും ശരിക്കും നമുക്ക് ജീവിക്കാനുള്ള പ്രേരണ നൽകും. വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും നല്ല ക്ലൈമറ്റും ആളുകൾ തന്നെയാണെങ്കിലും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു മിക്സ് കൾച്ചർ നമുക്കവിടെ കാണാൻ പറ്റും. ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത ഒരു രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രീഡം ഉണ്ട്, എന്നാൽ ഒരു സേഫ്റ്റി ഉള്ള ഒരു നല്ല രാജ്യം. പക്ഷേ എക്സ്പെൻസീവ് ആണെന്ന് കണ്ടാൽ തോന്നുന്നു. അതുപോലെ എക്സ്പെൻസീവ് തന്നെയാണ് നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ. നമുക്ക് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പൈസ ചിലവുകളും കാര്യങ്ങൾക്കും നമ്മൾ പൈസ കയ്യിൽ കരുതേണ്ടതുണ്ട്. അതായത് ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗൾഫ് രാജ്യമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എല്ലാം അവൈലബിൾ ആണ് അവിടെ. നമുക്ക് ഒട്ടക സവാരി, ഡെസേർട്ട് സഫാരി, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ബീച്ചസ്, ഫുഡ്, ഷോപ്പിംഗ് മാൾസ്, മാർക്കറ്റുകൾ, അങ്ങനെ ഒരുപാട് കാഴ്ചകളും ഒരുപാട് എക്സ്പീരിയൻസ് തരുന്ന ഒരു നല്ല രാജ്യം. അങ്ങനെ എല്ലാ ദുബായ് കാഴ്ചകൾക്കും ഒടുവിൽ ഞങ്ങൾ 2 പേർക്കും ഒരു തിരിച്ചറിവുണ്ടായി. അതായത് ഞങ്ങളുടെ 4 ദിവസം എങ്ങനെ പോയെന്ന് ഞങ്ങൾക്ക് പോലും മനസ്സിലായില്ല. ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ സമയമായെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എമിറേറ്റ് ഫ്ലൈറ്റ് പിടിച്ച് തിരിച്ച് ഞങ്ങളുടെ താമസ സ്ഥലത്തെത്തുകയും അടുത്ത ദിവസത്തിനായി പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ നല്ലൊരു യാത്ര ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു ട്രാവൽ എക്സ്പീരിയൻസ് കിട്ടുകയും നല്ലൊരു രാജ്യത്ത് പോകാനും കഴിഞ്ഞു. ബാക്കി വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.